നിങ്ങളൊക്കെ കേട്ടാ ഞെട്ടും. അങ്ങനെ ഒരു സംഭവമാണ് കേരളത്തിൽ നടക്കണേ. അതായത് ഈ പടക്ക ലൈസൻസിന് വേണ്ടി ആർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ പോയാൽ 350 രൂപ ഫീ വാങ്ങിച്ചിട്ട് അവർ ലൈസൻസ് തരും. ലൈസൻസ് ഒപ്പിടാനായിട്ട് പിന്നെ അവർ വേറൊരു കടലാസ് എടുത്ത് മുമ്പിൽ വയ്ക്കും. അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേർക്കുള്ള ഒരു അണ്ടർടേക്കിംഗ് ആണ്. അതിൽ എഴുതി കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പടക്കം ഉണ്ടാക്കുമ്പോഴോ പടക്കം എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോഴോ പടക്കം ഉപയോഗിക്കുമ്പോഴോ ആർക്കെങ്കിലും എന്തെങ്കിലും ജീവനോ സ്വത്തിനോ നഷ്ടം ഉണ്ടായാൽ അത് പടക്ക ലൈസൻസ് ആയ ഞാൻ വീട്ടിൽ കൊള്ളാം എന്ന് എഴുതി കൊടുക്കുന്ന ഒരു ഇംഗ്ലീഷില് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള ഒരു കടലാസാണ്. കേരളത്തിലെ വെടിക്കെട്ട് ഉണ്ടാക്കണവർക്കൊന്നും ഈ രണ്ട് ഭാഷയും വശമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ലൈസൻസ് ബാക്കി ഇല്ലല്ലോ. അല്ല, ലൈസൻസ് ബാക്കി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അയാൾ കൊടുക്കണം. ലൈസൻസ് ഇല്ലാത്ത കുറെ കേസുകൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ ഉദ്യോഗസ്ഥന്മാരെന്താ ചെയ്യണ വെച്ചാല് ഇങ്ങനെ ഒരു സാധനം എഴുതി വാങ്ങിച്ചിട്ട് ഈ കടലാസ് കൊടുക്കണം. ഈ കൊടുത്തു കഴിഞ്ഞാല് ഈ ജില്ലാ കളക്ടറാണ് ഇതിന്റെ സാധനം ഒപ്പിട്ട് കൊടുക്കേണ്ടത്. ജില്ലാ കളക്ടർക്ക് ADM ഉണ്ട്, തഹസിൽദാരുണ്ട്, വില്ലേജ് ഓഫീസർ ഉണ്ട്, ഫയർ NOC കൊടുക്കണം. ഇവരെല്ലാം നിയമപ്രകാരം നോക്കുവാണെങ്കിൽ കേരളത്തിലുള്ള ഒരു സ്ഥലത്തും പടക്കം ഉണ്ടാക്കാനായിട്ടുള്ള ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കണ്ണടയ്ക്കും. രാഷ്ട്രീയപരമായിട്ടുള്ള സമ്മർദ്ദം. ഈ തിരുവമ്പാടി ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിൽ താമസിച്ചിട്ടും അങ്ങേക്ക് വെടിക്കെട്ട് താൻ അവിടെ തൃശ്ശൂർക്കാർക്ക് വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഞാനിവിടെ തൃശ്ശൂരൊക്കെ താമസിച്ചുള്ള ആളാ, അറിയാലോ. അപ്പൊ അതുകൊണ്ട് അവിടെ വെടിക്കെട്ട വെടിക്കെട്ട് തന്നെയാ. അപ്പം ഈ അടിമുടി ഒരു തൃശ്ശൂർക്കാരനായ താങ്കൾക്ക് ഇതും തിരുവമ്പാടി ക്ഷേത്രത്തിൽ തൊട്ട് മുമ്പിൽ താമസിക്കും താങ്കൾക്ക് ഈ വെടിക്കെട്ടിനോട് ഒരു അതൃപ്തി വരാൻ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് 2003 അവിടെ അമ്പലത്തിന്റെ പുറകിലൊരു വിറക് വര പോലത്തെ ഒരു സ്ഥലമുണ്ട്. അത് വിറക് വെക്കാനാണ് ഉപയോഗിക്കുക. പക്ഷെ അതിൻ്റെ ഉള്ളില് കേരളത്തിലത്തെ പ്രമാദമായ ഒരു വെടിക്കെറ്റിന് വേണ്ടിയിട്ട് 25 ചാക്ക് വെടിമരുന്ന് 2003 അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. അതിൻ്റെ ഉള്ളിലാണ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ പൊട്ടിക്കുന്ന കഥന 3 വെക്കുക. അവിടെ 3 കഥന പൊട്ടിക്കും. കാലത്തും ആചാരത്തിന്റെ ഭാഗമായിട്ട്. ആചാരമല്ല, ഈ ക്ഷേത്രത്തില് ഭക്ഷണം ദൈവത്തിന് കൊടുക്കുമ്പോ തെറ്റായ കാര്യങ്ങള് ഇത്തരം വേദിയിൽ പറയരുത് കേട്ടാ. എന്റെ തെളിവുള്ളതാണ്. 2003 ആവശ്യങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞിട്ട് തെളിവില്ലായ്മ എന്താന്ന് പറയരുത്. ഭാഷ പറയാനുള്ള കഴിഞ്ഞിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ ഗുരുവും ശിഷ്യനാന്നല്ലേ പറഞ്ഞത്? സംഭവം ശരിയാണ്. ആ ക്ഷേത്രത്തില് അവര് കഥന പൊട്ടിക്കും. കഥന പൊട്ടിക്കണ എന്താ വെച്ചാൽ ക്ഷേത്രത്തില് നിവേദ്യം സമർപ്പിക്കുമ്പോ കഥന പൊട്ടിക്കാന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതിനു വേണ്ടിട്ട് 3 കഥന അവര് പൊട്ടിക്കും. ഇതിന് അന്ന് ലൈസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ഈ വെടിമരുന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള കാര്യം പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം. വെടിമരുന്നിന്റെ വാസന വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വെടിമരുന്ന് മാറ്റണം എന്ന് പരാതി കൊടുത്തു. അപ്പൊ അതിന്റെ പരാതി കൊടുത്തു 2003 എവിടെ പരാതി കൊടുത്തു? ജില്ലാ കളക്ടർക്ക് കൊടുത്തു. അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു MLA താമസിക്കുന്നുണ്ട്. ആ MLA പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലത്തെ വെടിക്കെട്ടിന് വേണ്ടിയിട്ടാണ് ഈ ചാക്ക അവിടെ കൊണ്ടുവച്ചേക്കണേ. അപ്പൊ അയാള് പറഞ്ഞു വെങ്കടാചലത്തിന്റെ വീട് കുറച്ച് അകലെയാണ്, എന്റെ വീട് തൊട്ടടുത്താണ്, ചാക്ക അവിടെ നിന്ന് മാറ്റരുതെന്ന് പറഞ്ഞു. പോലീസുകാർ ചാക്കുണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തു, ADM ചാക്കുണ്ടെന്ന് റിപ്പോർട്ട് കൊടുത്തു, വില്ലേജ് ഓഫീസർ കൊടുത്തു. അവര് മാറ്റിയില്ല. അവസാനം ഒരു ദിവസം ഈ കഥന പൊട്ടിക്കാനായിട്ടുള്ള പയ്യൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോ ഈ കഥന കത്തിക്കണത് ചന്ദനത്തിരി കൊണ്ടാണ്. ഒരു കഥന പൊട്ടിച്ചു, അടുത്ത കഥന പൊട്ടിക്കുന്നതിന് മുമ്പ് അവനെ ചന്ദനത്തിരി അവിടെ വെച്ചു. എന്നിട്ട് അവൻ പോയി. വരുമ്പോഴേക്കും ഈ സാധനം കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ചു. അവൻ കരിക്കട്ടയായിട്ട് അവിടെ നിന്ന് എടുത്തോണ്ടുപോയി. കരിക്കട്ടയായിട്ട് അവന്റെ ശരീരം എടുത്തിട്ട് പോയത് അമ്പലത്തിന് മുമ്പിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ശശി എന്ന് പറയുന്ന ഒരു പച്ചക്കറി കടക്കാരനാണ്. അവന്റെ കടയിൽ വിൽക്കാൻ വെച്ചിരുന്ന ഇലയിൽ അവൻ ഇവനെ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി. അന്ന് മുതല് തിരുവമ്പാടിക്കാരവിടെ കഥന പൊട്ടിക്കൽ നിർത്തി. അതിന്റെ പിന്നത്തെ കല്യാണ മണ്ഡപം കംപ്ലീറ്റ് തകർന്നു. കഥന പൊട്ടിക്കൽ പിന്നെ അവിടെ നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവര് ബാക്കി സകലമാന ചാക്ക് വെടിമരുന്നും തൊട്ടടുത്തൊരു കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുവച്ചു. അത് കംപ്ലൈന്റ് ആയിട്ട് അവിടുന്ന് മാറ്റിച്ചു. എന്റെ വീടിന്റെ അടുത്താണ് ഈ കല്യാണ മണ്ഡപം ഉള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കല്യാണ മണ്ഡപത്തില് പടക്ക സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പാടില്ല. അവിടുത്തെ ഗേറ്റില് 2003 തൊട്ട് 2008 വരെ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ ഞാൻ ഈ പരാതികൾ പൂരത്തിനും കൊടുക്കാറുണ്ട്. പൂരത്തിന് കൊടുത്തിട്ട് 2006 ഞാൻ ഇതുപോലെ പാർമേക്കാവിന്റെ പാടൂക്കാടുള്ള ആനപ്പറമ്പിൽ വെടിക്കെട്ട് സാധനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു. കളക്ടർ പറഞ്ഞു വെങ്കടാലം കൊണ്ടുവന്ന് വന്നിരിക്കണ ഫോട്ടോഗ്രാഫിലോ നെഗറ്റീവിലോ സ്ഥലം പാടൂക്കാടാന്ന് പറയുന്നൊരു തെളിവില്ല എന്ന് പറഞ്ഞു. അവസാനം പാടൂക്കാട് തെളിവുണ്ടെന്നുള്ളതിന് കമ്മീഷൻ വയ്ക്കാൻ പറഞ്ഞു. കമ്മീഷനെ കോടതി വെച്ചു. കമ്മീഷൻ അവിടെ നിന്ന് കൊണ്ട് വന്നോണ്ടിരിക്കുമ്പോ പാടൂക്കാട് ആ പറമ്പിലുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ച് അതിന്റെ ലൈസൻസിയും ബാക്കി 7 പേരും മരിച്ചുപോയി. 2006 പാടൂക്കാട് ദുരന്തം. അവിടെ അപകടം ഉണ്ടാവുന്ന എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ 2006 കേസ് കൊടുത്തത്. കേസ് കൊടുത്തതിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ ദേവസ്വത്തിന് വേണ്ടിയിട്ടും പടക്കക്കാർക്ക് വേണ്ടിയിട്ടും വാദിച്ചു. അവിടെ വെടിക്കെട്ട് ദുരന്തം നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കഴിഞ്ഞ കൊല്ലം 2025 തേക്കുംകാട് മൈതാനത്തിൽ പടക്കം പൊട്ടിക്കുന്നതിന് ഞാൻ ഒരു കേസ് കൊടുത്തു.
അതിന്റെ കാരണം എന്താ? സുപ്രീം കോടതി പറഞ്ഞിരുന്നത് ആരാധനാലയങ്ങളുടെ മതിൽക്കെട്ടിന്റെ 100 മീറ്റർ ചുറ്റളവില് ഒരു കാരണവശാലും രാത്രിയോ പകലോ പടക്കം പൊട്ടിക്കരുതെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.